കുറച്ചും കൂടി ചെയ്യാനുണ്ട്. ഓക്കെ. നമ്മൾ ഇന്നലെ എടുത്തവർ പറഞ്ഞത് നമ്മളെ ഡിസ്കസ് ചെയ്ത പോയിന്റ് എവിടം വരെയായിരുന്നു? ആക്ട് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ഏരിയ റേഷ്യോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. A2 by A1 is equal to A2 divided by A star by A1 divided by A star, right? This will be corresponding to M1 and this is corresponding to M2. So A2 value A1 value നമുക്ക് തന്നിട്ടുണ്ട്, right? A2 value A1 value question തന്നിട്ടുണ്ട് 350 and A1 is equal to 500 centimeters square. Then A2 by A star we have to find out A2 by A star value. Then A1 by A star corresponding, sorry, A1 by A star value corresponding to M1. M1 എത്രയായിരുന്നു? M1 is equal to 0.432. Okay, so M1 corresponding ആയിട്ട് എത്രയായിട്ട് 1.49345. Then A2 by A star value from this equation we will get 1.0465. ഇതിന് corresponding ആയിട്ടുള്ള മാഗ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്ത് എത്ര കിട്ടിയ M2 വാല്യൂ? ഇതിന് corresponding 177. 177. 0.77. 0.77. Okay, okay. 0.77. And it's approximately 0.78. Right? Mag number എങ്ങനെയാടാ? 0.774 ഇന്റർപോളേറ്റ് കിട്ടിയത്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ എടുത്താൽ മതി, കുഴപ്പമില്ല. 0.774. 0.774. ഓക്കെ. എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മാസ് ഫ്ലോ റേറ്റ് ത്രൂ ദി ഡക്ട് കണ്ടുപിടിക്കാനാണ്. മാസ് ഫ്ലോ റേറ്റ് ത്രൂ ദി ഡക്ട് നമുക്ക് കിട്ടിയിരുന്നത് m dot is equal to 30.488, right? Then second question എന്ന് പറയുന്നതായിരുന്നു determine the pressure, temperature, velocity at the exit, right? Pressure, temperature, velocity കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് സെക്ഷനിലെയും മാക് നമ്പർ നമുക്കറിയാം. ഓക്കെ, നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ തന്നെ ജസ്റ്റ് P2 by P1 എടുക്കുക, ഇതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. P2 by P0 value, then T2 by T0 value. Sorry, I'm sorry, P1 by P0 value. This is corresponding to M2, this is corresponding to M1, right? ഗ്യാസ് ടേബിൾ നോക്കുക, ഈ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടും. P1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. So we can find out P2 value. ഒന്ന് P2 ന്റെ വാല്യൂ കണ്ടുപിടിച്ചേ, എത്ര വരും? അന്ന് ഇത്ര കുറച്ച് ആൾക്കാരുന്ന് ക്ലാസ്സിൽ? ക്ലാസ് തുടങ്ങി 10 മിനിറ്റ് ആയിട്ടും ക്ലാസ് കയറാനായില്ലായിരിക്കും.
ആശ്രയി P2 by P0 വാല്യൂ പറഞ്ഞു. M2 ന് കറസ്പോണ്ടിങ് ആയിട്ട് P2 by P0 വാല്യൂ എത്ര വരും നോക്കി പറഞ്ഞേ. ഗ്യാസ് ടേബിൾ എടുത്തിട്ട് 0.66 ആണ്. 0.66 ആണ്. 66 വരും. This is 0.66. Then M1 കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വരും? 0.881. 0.881. ഇത് ഡയറക്ട്ലി കിട്ടും ചെയ്തിനാ അശ്രീ? എവിടം വരെ കംപ്ലീറ്റ് ചെയ്തിനാ? ഓക്കെ. സോ P2 വാല്യൂ എത്ര കിട്ടിയ? P1 വാല്യൂ എത്രയായിരുന്നു? P1 വാല്യൂ എത്രയായിരുന്നു? സോറി, P1 വാല്യൂ ആശ്രയി 350 മാത്രം മതിയോ? 350 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വന്നത്. 350 into 10⁻³ into 0.66 divided by 0.881 വരും. സോ ആൻസർ P2 എത്ര കിട്ടിയ? P2 266 kilo Newton per meter square or 266 into 10⁻³ Newton per meter square, right? This is the exit pressure. So similar way you can find out the exit temperature also, right? That is T2 by T1 is equal to T2 by T0 divided by T1 by T0. Corresponding to T2 by T0 will be corresponding to M2 and T1 by T0 will be corresponding to M1 value. T2 find out ചെയ്യണം, T1 നമുക്ക് തന്നിട്ടുണ്ട്. These two values can be find out from the gas table, right? അപ്പോൾ അതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന്. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞ അഭിരാം പി സുരേഷ്. Present sir. അബിൻ ജോഷി. ഓക്കെ, അബിൻ ജോഷി. ആദർശ് കെ കെ. അക്ഷയ് കെ എം. ആൽവിൻ തോമസ്. അമൽ കെ പി. Present sir. അമൽ കെ സന്തോഷ്. Present sir. അമൽ എം. അനന്തു. Present sir. Present. അനുരാഗ്. Present sir. ആശ്രയ്. അശ്വിൻ. ഭഗത്.
Bhagat, Dijin, Faziuddin, Jijo, Jidin, Karthikeyan, Mrudul, sir. Rahul, Present, sir. Suraj, Saurav, Srirag, Present. Vaishak, Vaishak, Vaishnav CK, Vaishnav PK, Present, sir. Fazim, Jinil, Jishnu, Present, sir. Jishnu Mohan, Present, sir. Present, sir. Nikhil, Rohit, Present, sir. Present, sir. Vishnu AP, Present, sir. Tejas, Akash, Abhinav, Google, Sachin, ready പോയി സച്ചിൻ ഇത്രയും നേരം ഓക്കെ ആൻസർ പറ ചെയ്ത് എത്ര T2 എത്ര കിട്ടിയ T2 278. T2 value 278.12. ഈ അറ്റൻഡൻസ് പറയാനായിട്ട് കുറെ ആൾക്കാർ വന്നിനാ വീണ്ടും കുറയാൻ തുടങ്ങിയല്ലോ അറ്റൻഡൻസ് പറഞ്ഞിട്ട് വീണ്ടും കുറയാൻ തുടങ്ങിയല്ലോ വേറെ ഔട്ടറൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങി ഇന്നെന്ത് വേറൊന്നും പ്രശ്നം ഉണ്ടാകും ഇത്രയും ഡൗണ് ഇത്രയും പേര് ആബ്സെന്റ് ആവാൻ മാത്രം എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടടാ വൈഷ്ണവേ Sir, അതിപ്പോ ഇല്ലാത്ത അറിയാം. എങ്ങനെ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാത്തവരോടല്ലേ ചോദിക്കുക നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്താ പറയാ നിങ്ങളുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ട് ഇങ്ങനെ കാരണം ഇങ്ങനെ ഒരു ബൾക്കായ ആബ്സെന്റ് വന്നോണ്ടാ ചോദിച്ചത് അങ്ങനെ ഒരു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ഇഷ്യൂവിന്റെ ഒന്നും അറിയില്ല. ഓക്കെ എനിവേ So T2 by T1 is T2 by T1 is equal T1 എന്താ T1 എത്രയായിരുന്നു ക്വസ്റ്റ്യൻ തന്നിട്ടില്ല 300. 300 then T2 by T0 corresponding to M2 എത്രയായിരുന്നു വാല്യൂ 0.894. 0.894 so T1 by T0 value 964. 964 so finally T2 എത്ര കിട്ടിയ T2 is equal to 278.21. എത്രടാ പറഞ്ഞിട്ടില്ല കേട്ടില്ല
278.21. 278.21 Kelvin. Okay. So pressure ആയി temperature ആയി ഇനി velocity കണ്ടുപിടിക്കണം exit conditionലെ velocity velocity എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക തന്ന കണ്ടീഷൻസ് വെച്ചിട്ട് ഇത് പറഞ്ഞ എങ്ങനെ വരിക Mach number into A2. V2 is equal to M2 into A2, right? M2 into A2 എങ്ങനെ എഴുതാം root of gamma R T2, right? M2 നമുക്കറിയാം T2 നമുക്കറിയാം gamma R അറിയാം, right? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് V2 ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നിഖിൽ എത്ര ആൻസർ കിട്ടിയ നിഖിൽ Sir, two അല്ലേ ആ V2 M2 എത്ര കിട്ടിയ M2 ന്റെ വാല്യൂ പറഞ്ഞ M2 എത്രയാണ് M2 ആ 0.78 into root of gamma 1.4 287 into T2 value 2 27 കിട്ടിയ approximately arrange okay ഇനി V2 value 260 meter per second ഏതാണ്ട് എല്ലാവർക്കും ചെറിയ വേരിയേഷൻ അങ്ങോട്ട് കൊണ്ട് വരും കുഴപ്പമില്ല ഈ റേഞ്ചിൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് കിട്ടുക ഓക്കെ ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇമ്പൾസ് ഫംഗ്ഷൻ ആണ് റൈറ്റ് ചേഞ്ച് ഇൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇമ്പൾസ് ഫംഗ്ഷൻ ഓക്കെ സോ ഇമ്പൾസ് ഫംഗ്ഷന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എഫ് ഈക്വൽ ടു ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഈസ് ഈക്വൽ ടു സപ്പോസ് F1 ആണെങ്കിൽ P1 A1 into 1 plus gamma M1 square. Actually ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നതാണിത് ഓക്കെ ഫസ്റ്റ് മോഡ്യൂളിൽ കംപ്രസിബിൾ ഫ്ലോ ആൻഡ് ഇൻട്രൊഡക്ഷനിൽ പഠിക്കുന്നതാണ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം റൈറ്റ് P1 A1 into 1 plus gamma M1 square അതിലുള്ള കൺസെപ്റ്റ് എല്ലാ മിക്കവാറും CFFന്റെ പ്രോബ്ലംസ് ഒക്കെ ഇന്റർ റിലേറ്റഡ് ആണ് ഒരു മൊഡ്യൂളിൽ ചിലപ്പോൾ ഫിക്സ്ഡ് ആയിട്ട് വന്നെന്ന് വരില്ല ഓക്കെ സോ ചേഞ്ച് ഇൻ ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താവും F2 minus F1 വരും റൈറ്റ് F2 minus F1 സോ either ഈ ഇക്വേഷൻ മൊത്തമായിട്ട് വെച്ചിട്ട് കാണാം അതായത് F1 മൊത്തം കണ്ടുപിടിക്കുക P1 നമുക്കറിയാം സോറി P1 നമുക്കറിയാം A1 തന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റൈറ്റ് ഗാമ അറിയാം M1 അറിയാം either F1 ഈ വാല്യൂ കണ്ടുപിടിക്കുക സിമിലർ വേ F2 കണ്ടുപിടിക്കുക P2 A2 into 1 plus gamma M2 square എന്നാണ് റൈറ്റ് either ഈ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക അല്ല എങ്കിൽ നമുക്ക് F2 minus F1 എഴുതാം F1 into F2 by F1 minus 1 right
ഏറ്റവും എളുപ്പ മെത്തേഡ് ഇത് തന്നെയാണ്. ഡയറക്ട്ലി F1 കണ്ടുപിടിക്കുക, F2 കണ്ടുപിടിക്കുക. സപ്പോസ് ഇതിൽ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് തരാതിരുന്നാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്താൽ മതി. മറ്റേ മെത്തേഡ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, വെറുതെ വളഞ്ഞു പിടിക്കുന്നു. P1 A1 1 plus gamma M1 square ആ വാല്യൂസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയേ. F1 F2 വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ച. അമൽ F1 വാല്യൂ പറഞ്ഞ കണ്ടുപിടിച്ചിട്ട്. അമൽ M. അമൽ M. അമൽ ക്ലാസ്സിലില്ലേ? അമൽ നേരത്തെ ലാസ്റ്റ് അറ്റൻഡൻസ് രണ്ടാമത് ഉണ്ടെന്നൊന്നും എന്റെ പറയുമ്പോണ്ടായിരുന്നല്ലോ, സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അറ്റൻഡൻസ് പറയുമ്പോൾ മാത്രം സൗണ്ട് ഉണ്ട്, മൈക്ക് ഉണ്ട്. എല്ലാവരും എന്തായാലും ചോദിച്ചാൽ നിങ്ങൾക്ക് മൈക്കും ഇല്ല, ശബ്ദവും ഇല്ല, ഒന്നുമില്ല അല്ലേ? അവര് ക്ലാസ്സിലുണ്ടോ? അനുരാഗ് സാർ F1 വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. ചെയ്യുന്ന സാർ ഒറ്റ പെട്ടെന്ന് 1.31. സാർ 1.31 ആണ്. P1 വാല്യൂ എന്ന് പറഞ്ഞ നീ P1 ഓ? ആ ഇക്വേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത. P1 350 into 10⁻³ into 10⁻³ into 5 into 10⁻². 1 plus 1.4 into A1 500 അല്ലേ സെന്റിമീറ്റർ സ്ക്വയർ? A1 എത്ര വരും? 500 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? അതിനെ മാറ്റിയാല് 500 സെന്റിമീറ്റർ സ്ക്വയറിന് എഴുതാൻ പറ്റുമോ? ഇല്ല. SI യൂണിറ്റിലേക്ക് മാറ്റി എത്ര വരുമോ? 5 into 10⁻². 5 into 10⁻² into 1 plus gamma 1.4 into M1 1.0465 square. 1.0465 square. M1 അതാണ് M1 വാല്യൂ എത്രയാ? M1 അതല്ലേ? അതാണ് M1 ഇത്രയും നേരം ചെയ്തത്. നീ ആ M1 വാല്യൂ വെച്ചിട്ട് ഇത്രയും നേരം ചെയ്തേ? 0.78. 0.78 ആണ് M1. അല്ല അത് M2 ആ.
അപ്പൊ M1 എത്രയാ? M1 നോക്ക്, ശരിക്കും പ്രോബ്ലത്തിന് നോക്ക്. M1 എത്രയാ? M1 അറിയാണ്ട് നീ M2ലേക്ക് എങ്ങനെയാ എത്തിയത്? M1 വാല്യൂ എനിക്ക് അറിയണം. 0.432. M1 പോയിന്റ് 432. 432. ഇനി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞു. സാർ സെക്കൻഡ്. വൈശാഖ ക്ലാസ്സിലുണ്ടോ? ദിനിൽ 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 F2ന്റെ വാല്യൂ എന്ന് പറഞ്ഞ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. F2 വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. അത് വലിയ വാല്യൂ വരുന്നുണ്ടല്ലോ. വലിയ വാല്യൂ വരുന്നു. തെറ്റിപ്പോയെന്ന് അറിയില്ല. 10 ചുരുക്കി പറഞ്ഞ എത്ര വരുന്നു? ബാക്കി ഓർഡർക്ക് എത്ര കിട്ടിയ? ബാക്കി ചെയ്ത ഓർഡർ 0.7 ആണോ? ഏതിന്റെ വാല്യൂ നീ പറയുന്നത്? അല്ല, ഒരു മിനിറ്റ് 28,084. 28,084. F1 22,000. എത്ര കിട്ടിയ? 22,072. ഇത് രണ്ടല്ലേ? 22,072. 22,000 28,000 വരിക. എന്നാ തെറ്റിപ്പോയതാ സാർ. 28,000 ഇതല്ലേ വരുന്നത്? 28,084 വരിക അല്ലേ? ഇതിന്റെ F2 എത്ര വരുന്നത്? ഇതിന്റെ യൂണിറ്റ് ഫംഗ്ഷൻ ന്യൂട്ടൺ അല്ലേ? F2 എത്ര വരുന്നതില്ല? നീ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ, P2 വാല്യൂ എന്ന് പറഞ്ഞേ. എത്ര P2 വരുന്നത്? 23,247. F2 23,247. 0.96 ആണ്. നീ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. P2 F2 ന്റെ ഇക്വേഷൻ പറ. ഇത് ഈ എഴുതിയ മോഡല് P2 വാല്യൂ. സാർ ആ M1 സ്ക്വയർ ഇല്ല സാർ. ഹലോ, സ്ക്വയർ ഈ വാല്യൂ റോങ് ആണ്. അവിടെ സ്ക്വയർ വരും. 22,072 കിട്ടുന്നത്. 22,072. ഓക്കെ ഞാൻ ചെയ്ത കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, F2 ഇക്വേഷന്റെ പേര് ഒന്ന് പറഞ്ഞേ.
F2 പറയടാ, എന്ത് വരുമോ? ഈ മോഡൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P2 വാല്യൂ ദിനിൽ ദിനിൽ ഇല്ലേ പോയാ? പോയാ? വോയിസ് പോയോ? എന്നാ പറ. സാർ ലെഫ്റ്റ് ആയി പോയതാ. ഈ F2 ഇക്വേഷൻ പറ. നീ P2 into A2 into ഇക്വേഷൻ പറ. P2 into A2 into P2 വാല്യൂ ഞാൻ ചോദിക്കാൻ. P2 266 kilonewton. 266 into Kilonewton. 10⁻³ into A2 വാല്യൂ A2 നീ ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പൊ നോക്കി പറഞ്ഞ പോലെ A2 എത്രയാ? പോയാ? അവിടെ വേറെ ആരും പറഞ്ഞേ A2 വാല്യൂ പറ. സൗരവ് പറ. 350 into 10⁻⁻². 350 into 10⁻². -4. -4. 350 into 10⁻⁴ into 1 plus gamma into M2 value 0.78 അല്ലേ? 7 3 ചെയ്ത് 7 എത്ര എടുത്ത് ചെയ്ത്? 776 ആണോ 78 എടുത്ത് എത്ര ചെയ്ത്? 78² റൈറ്റ്. ഇതെത്ര ആൻസർ വന്നേ? ഇത് തന്നെയാണോ കിട്ടിയത്? $17,239. 17,236. ഓൾമോസ്റ്റ് ഈ റേഞ്ച് ആണോ? എന്തായാലും ഇതിനേക്കാൾ കുറവേ വരും ഈ പ്രോബ്ലത്തില്. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിണ്ടായില്ല. Okay, 17,239, right? Then correct ആണ് 17,239. So change in impulse function എന്ന് പറയുന്നത് എന്ത് വരും? Change in impulse function value, that is F2 minus F1. F2 minus F1 17,239 minus 22,072. Answer -4833. -4833. Newtons. Okay, ഇത്രയാണ് പ്രോബ്ലം. ഇത് എഴുതിയില്ലേ? കംപ്ലീറ്റ് ആക്കിയില്ല എല്ലാരും? കംപ്ലീറ്റ് ആക്കിയതല്ലേ? എന്തൊക്കെ ഒന്ന് പറയണം.
Okay. For those air is flowing in a duct. Air is flowing in a duct. Air is flowing in a duct. Has a stagnation temperature of. Has a stagnation temperature of 227 degrees Celsius. 227 degrees Celsius. And a stagnation pressure of. And a stagnation pressure of 7 bar. How large must be the cross-sectional area? How large must be the cross-sectional area at a section where the pressure is 2 bar. Where the pressure is 2 bar. In order to allow 1.5 kilogram per second 1.5 kilogram per second of air to pass through assume isentropic flow. Assume isentropic flow. Question എഴുതാം. Okay. Question അടുത്ത ക്ലാസ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ എഴുതിയിട്ട് വരും കേട്ടോ. പണ്ടാ ക്ലാസ്സിന്റെ സമയത്തെല്ലാം അല്ലെങ്കിൽ ക്ലാസ്സിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക സ്വന്തമായിട്ട്. ഓക്കെ, ക്ലാസ് കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ലാബ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ലാബിന് വരുമ്പോഴത്തേക്ക് ലാബിന്റെ റെക്കോർഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം. പേപ്പറിൽ എഴുതിയിട്ട് ലാബ് എക്സാം 2 ബുക്കിലായ കുഴപ്പമുണ്ടോ? 2 ബുക്കിലല്ല, ഒറ്റ ലാബ് റെക്കോർഡ് കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ ഞാൻ ലാബ് തുറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നതാണ്. ഒരു ലാബ് നോട്ട് പർച്ചേസ് ചെയ്തിരിക്കണം, ലാബ് കൃത്യമായിട്ട് റെക്കോർഡ് എഴുതിയിരിക്കണം. എന്തായാലും ലാബ് ഉണ്ടാവും, റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. കൃത്യമായിട്ട് ലാബിന്റെ മാർക്ക് വേണമെങ്കിൽ ലാബിന്റെ റെക്കോർഡ് യൂഷ്വലായിട്ട് എങ്ങനെയാണോ ലാബ് റെക്കോർഡ് വെക്കുന്നത് അത് റെക്കോർഡായിട്ട് സാധാരണ എഴുതുന്ന റെക്കോർഡ് ബുക്കില്ലെങ്കിൽ കോളേജ് നോട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കുറച്ചുകൂടി ലാബ് റെക്കോർഡ് എഴുതുന്ന നോട്ടുണ്ട്, അതിൽ വാങ്ങിക്കോന്നാ പറഞ്ഞത്. അത് പറ്റാത്ത ഓർഡർ കോളേജ് നോട്ടിൽ എഴുതിക്കോന്ന് ആദ്യമേ ഇൻസ്ട്രക്ഷൻ തന്നതായിരുന്നു. ഓക്കെ, അത് വൃത്തിയായിട്ട് എഴുതിയിട്ട് എങ്ങനെയാണോ റെക്കോർഡ് ഉണ്ടാകുക അതുപോലെ ഇൻഡെക്സ് പേജും നോർമലായിട്ട് ലാബ് എക്സാം കണ്ടക്ട് ചെയ്തിട്ടേ മാർക്കിടും. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞല്ലേ ലാബ് എക്സാം ഉണ്ട്. എത്ര ദിവസം മുന്നേ പറഞ്ഞ ഈ കാര്യമൊക്കെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ്. കാരണം ലാബ് എക്സാമിന് ഉണ്ടാവും. ലാബ് എക്സാം നിങ്ങൾ ലാബ് പ്രാക്ടിക്കലി ചെയ്യിക്കും, കോൺടാക്ട് ക്ലാസ് വന്നിട്ടാവും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ സമയത്താവും. തിയറി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചു വെക്കണം എന്ന് മുൻകൂട്ടി പറഞ്ഞതാണ് ഞാൻ. ഇപ്പൊ ക്ലാസ്സിന്റെ അടുക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതില്ലാന്ന് പറയണ്ട. അപ്പൊ തിയറി പഠിച്ചു തുടങ്ങിക്കോ, ഞാൻ അതിനെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നതാണ്.
സമയം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ജിഷ്ണു? തിയറി എഴുതണ്ടല്ലോ, പ്രൊസീജിയർ മാത്രമേ എഴുതണ്ടോ ലാബിന്റെ എക്സാമിന്? ലാബ് എക്സാംസ് നിങ്ങൾ സാധാരണ ഇതുവരെ എഴുതിയിട്ടില്ല. എക്സാമിലെത്തിയിട്ട് ഇതുവരെ എങ്ങനെ എഴുതാറ്? തിയറി എഴുതുന്നില്ല, ഇക്വേഷൻ മാത്രം ഉണ്ടെങ്കിൽ ഇക്വേഷൻ എഴുതും. ഞാൻ ഉദ്ദേശിച്ചത് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ട ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയണ്ടേ? വേണ്ടേ ജിഷ്ണു? കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയണ്ടേ? അത് പഠിച്ചു വെക്കണം എന്നാ പറഞ്ഞത്. പ്രാക്ടിക്കലി ചെയ്യാൻ അറിഞ്ഞാലും ബാക്കി ചെയ്യാനുള്ള കാൽക്കുലേഷൻ, എഫക്റ്റീവ്നെസ്, ഹീറ്റ് എക്സ്ചേഞ്ചർ, പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ, അതിന്റെയൊക്കെ ഇക്വേഷൻസ് ഉണ്ടാവുമല്ലോ. എമിസിവിറ്റിന്റെ ഇക്വേഷൻസ് ഉണ്ടാവില്ലേ? അതുപോലത്തെ ഇക്വേഷൻസ് ഒക്കെ നോക്കി ഒന്ന് പഠിച്ചു വെക്കണം എന്നാ പറഞ്ഞത്. അതിനുള്ള നമ്മളെ റെഗുലർ ക്ലാസ്സിൽ വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ലാബ് എക്സാം ഉണ്ടാവും. അതെ, നിങ്ങൾ ഈ 12 എക്സ്പെരിമെന്റ് ലാബിൽ ചെയ്യും. ആ ചെയ്ത ലാബ് പിന്നെ ഒരു ദിവസത്തെ ഗ്യാപ്പ് കിട്ടും. അത് കഴിഞ്ഞപാട് നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് ഉണ്ടാവില്ല. ഈ വരുന്ന 10 ദിവസത്തിൽ കൃത്യമായിട്ട് ലാബ് റെക്കോർഡ് ഇല്ലാത്തവര് കുറെ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്നോട് 1-2 ആൾക്കാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ എഴുതി വെക്കുക. കൃത്യമായിട്ട് 10 ദിവസം കൊണ്ട് 2 മാറ്റി എഴുതിക്കോളുക. പഠിക്കാനുള്ള ഓർഡർ പഠിച്ചു തീർത്തേക്കുക. ഓക്കെ, ശരി, താങ്ക് യു. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ സാർ, അത് ഓർമ്മയുണ്ട്. അത് നമുക്ക് ചെയ്യാം, നോക്കിയിട്ട് എഴുതാം, കുഴപ്പമില്ല. അറ്റൻഡൻസ് ക്ലാസ് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അറ്റൻഡൻസ് വിളിക്കുന്നത്. ആ 1 മണിക്കൂറായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല, നിങ്ങൾക്ക് അറ്റൻഡൻസ് വേണമെന്നില്ല. ക്ലാസ് തുടങ്ങി ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, നിങ്ങൾ ക്ലാസ്സിൽ കയറണ്ട. എന്താണ് കുറച്ച് ഡിലേ ആയി പോയി. കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് മേലെ കഴിഞ്ഞിട്ടാണ് നീ കേറുന്നത് അല്ലേ? അക്ഷയന് 15 മിനിറ്റ് അല്ലേ ഉള്ളൂ. 15 മിനിറ്റ് ക്ലാസ് ഒരു വാല്യൂ ഇല്ലേ? അപ്പൊ അങ്ങനെയല്ല സാർ, തുടങ്ങുമ്പോണ്ടേനും പെട്ടെന്ന് ഒരു കോൾ വന്നിട്ട് ബാക്കായി പോയി, പിന്നെ കേറാൻ ലേറ്റ് ആയി പോയി. അതെ, പിന്നെന്താ ലേറ്റ് ആയെന്ന് ഞാൻ ചോദിച്ചത്. ഒരു സാധനം കൊണ്ടു കൊടുക്കാനാണ്. അത് ക്ലാസ്സിന് ആരും കൊണ്ടു കൊടുക്കാൻ പോയിട്ടെങ്കിൽ അറ്റൻഡൻസ് വേണ്ടെന്നേ പറയുന്നുള്ളൂ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. കൊണ്ടു കൊടുക്കാൻ പോണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അറ്റൻഡൻസിനായിട്ട് മാത്രം ക്ലാസ്സിൽ ഇരിക്കുന്ന ഇത് നിർത്തിക്കോ ഞാൻ പറഞ്ഞതാണ്. സൂരജ്, ആദ്യമായിട്ടല്ലോ നീ ഫ്രൈഡേന്റെ ക്ലാസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. 15 മിനിറ്റ് അല്ലേ ബ്രേക്ക് ഉള്ളൂ എന്ന് പറയാൻ. എന്തത്? 15 മിനിറ്റ് ചായ കുടിച്ച് അപ്പലേശം ലേറ്റ് ആയി പോയതാണ്.